എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുട്ടികൾക്കായി ഒരു ചെറിയ കഥ, മഹിഷി മർദ്ദനം. ഇതാണ് കഥ. മഹിഷിയുടെ ഉപദ്രവം കൂടാതെ ദീർഘകാലം ദേവന്മാർക്ക് താമസിക്കാൻ കഴിഞ്ഞില്ല. അവർ സസുഖം ജീവിക്കുന്നതിൽ അസന്തുഷ്ടരായിത്തീർന്ന അസുരന്മാർ വനാന്തർഭാഗത്ത് മഹിഷത്തോടൊത്ത് സുഖഭോഗങ്ങളിൽ മുഴുകിയിരിക്കുന്ന മഹിഷിയെ കണ്ട് സങ്കടമുണർത്തിച്ചു. ഹേ ദേവി, അവിടുന്ന് ഞങ്ങളുടെ കാര്യമൊന്നും അറിയാതെ സുഖലോലുപയായി കഴിയുന്നു. ഭവതി ദേവന്മാരെ പേടിച്ച് എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നാണ് അവർ പറഞ്ഞു നടക്കുന്നത്. അവർ കാരണം കൂടാതെ ഞങ്ങളെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അസുരകുലത്തിൻ്റെ സഹായത്തോടെ പാലാഴി മതനം നിർവഹിച്ച് അതിൽ നിന്ന് ലഭിച്ച അമൃതിൽ നിന്നും ഒരു തുള്ളി പോലും നമുക്ക് തരാതെ നമ്മുടെ കുലത്തെയാകെ അവർ പറ്റിച്ചിരിക്കുന്നു. അമൃതപാനത്താൽ അഹങ്കാരികളായി തീർന്ന ദേവന്മാരുടെ അഹങ്കാരം ദേവി തന്നെ ശമിപ്പിക്കണം. ഏതു വിധേനയെങ്കിലും ദേവന്മാരെ ആക്രമിക്കാൻ മഹിഷിയെ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു അസുരകുലത്തിൻ്റെ ലക്ഷ്യം. അതിൽ അവർ വിജയം കണ്ടു. പാലാഴി മഥനത്തിൽ അസുരകുലത്തിന് നേരിട്ട പരാജയത്തെപ്പറ്റി അറിഞ്ഞ മഹിഷി കോപാവേശത്തോടെ വീണ്ടും ദേവന്മാരെ പീഡിപ്പിക്കാൻ ആരംഭിച്ചു. പുലിപ്പാലിനു വേണ്ടി കേവലം 12 വയസ്സുകാരനായ മണികണ്ഠൻ്റെ വനത്തിലേക്കുള്ള വരവ് ഈ സമയത്തായിരുന്നു. മഹിയുടെ ആക്രമണത്താൽ ഗതികെട്ട ദേവന്മാർ ത്രിമൂർത്തികളെ ശരണം പ്രാപിച്ചു. തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. ത്രിമൂർത്തികളുടെ ഉപദേശപ്രകാരം ദേവഗണങ്ങൾ പൊന്നമ്പലത്തിലിരിക്കുന്ന ധർമ്മശാസ്താവായ മണികണ്ഠൻ്റെ സവിധത്തിലെത്തി അദ്ദേഹത്തെ ശരണം പ്രാപിച്ചുകൊണ്ട് സങ്കടമുണർത്തിച്ചു. അല്ലയോ ഹരിഹരാത്മജ, ഞങ്ങളെ രക്ഷിക്കണം. മഹിയുടെ പീഡനം ഞങ്ങളെ പൊറുതിമുട്ടിക്കുന്നു. ബ്രഹ്മാവ് നൽകിയ വരപ്രസാദത്താൽ അഹങ്കാരിയായ അവളെ നശിപ്പിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. പൊന്നമ്പലമേട്ടിൽ തന്നെ വന്നു കണ്ട് സങ്കടമുണർത്തിച്ച ദേവന്മാരോടായി സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവ് പറഞ്ഞു: പ്രിയ ദേവഗണങ്ങളെ, നിങ്ങൾ ദുഃഖിക്കാതിരിക്കുക. മഹിഷി നിർഗ്രഹമാണ് എൻ്റെ അവതാര ലക്ഷ്യം എന്നത് നിങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ്. മഹിഷിയെ നിഗ്രഹിച്ച് ദേവലോകം പൂർവ്വസ്ഥിതിയിലാക്കാൻ ഞാനിതാ പുറപ്പെടുകയായി. ഭൂതനാഥനായ ഭഗവാൻ ശ്രീ അയ്യപ്പസ്വാമി ദേവലോകത്തെത്തിയപ്പോൾ ദേവന്മാരെയെല്ലാം പീഡിപ്പിച്ചോടിച്ച് മഹിഷി ദേവേന്ദ്രൻ്റെ സിംഹാസനത്തിൽ കയറി ഇരിക്കുകയായിരുന്നു. മണികണ്ഠനെ കണ്ട മഹിഷി തെല്ല് നീരസം കലർന്ന സ്വരത്തിൽ ചോദിച്ചു: ആരാണ് നീ? നിനക്കിവിടെ എന്ത് കാര്യം? ഞാൻ നിൻ്റെ അന്തകനാണ്. ഹേ മഹിഷി, നിനക്കിവിടെ എന്താണ് കാര്യം? വേഗം ഇവിടം വിട്ടുപോയിക്കൊള്ളുക, അല്ലെങ്കിൽ എനിക്ക് നിന്നെ വധിക്കേണ്ടി വരും. മണികണ്ഠൻ്റെ വാക്കുകൾ കേട്ട മഹിഷി അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു: നീ എന്ത് അസംബന്ധമാണ് പറയുന്നത്? എന്നെ വധിക്കാൻ ത്രിമൂർത്തികൾക്ക് പോലും സാധ്യമല്ല. പിന്നെയല്ലേ നീ? മഹിഷി, നീ നിൻ്റെ അഹങ്കാരം ശമിപ്പിച്ച് എനിക്ക് മുമ്പിൽ കീഴടങ്ങാത്ത പക്ഷം നിന്നെ എനിക്ക് വധിക്കേണ്ടി വരും. ഹരിഹരസുതൻ്റെ വാക്കുകൾ കേട്ട് കോപാകുലയായ മഹിഷി മണികണ്ഠൻ്റെ സമീപത്തേക്ക് പാഞ്ഞെടുത്തു. എന്നാൽ സർവശക്തനായ ശ്രീ ഭഗവാൻ മഹിഷിയെ നിഷ്പ്രയാസം പൊക്കിയെടുത്ത് ഭൂതലത്തിലേക്ക് എറിഞ്ഞു. ആ ഏറിൽ മഹിഷി ചെന്നു വീണത് പമ്പയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള അഴുതാ നദിയുടെ തീരത്താണ്. അവളുടെ മാറത്ത് ചാടി വീണ മണികണ്ഠസ്വാമി സംഹാര താണ്ഡവം തുടങ്ങി. ഭഗവാൻ ശ്രീ അയ്യപ്പൻ്റെ പാദതാണ്ഡവമേറ്റ് മഹിഷി മരണവേദനയോടെ പിടഞ്ഞു. രക്തം ഛർദ്ദിച്ച് അത്യന്തം പരവശയായിത്തീർന്ന അവൾക്ക് തന്നെ മർദ്ദിക്കുന്ന അമാനുഷ്യൻ ഹരിഹരസുതനാണെന്ന ബോധോദയം ഉളവായി. അവൾ ഭഗവാനെ ഭക്തിപൂർവം ഭജിച്ചു. അതോടെ ഭഗവാൻ ശ്രീ മണികണ്ഠൻ മർദ്ദന നൃത്തം മതിയാക്കി മഹിഷിയുടെ ശരീരത്തിൽ നിന്നും നിലത്തിറങ്ങി അവളുടെ ശരീരം തലോടി. ആ നിമിഷത്തിൽ ശാപമോക്ഷം ലഭിച്ച മഹിഷിയുടെ ശരീരത്തിൽ നിന്നും സർവാംഗ സുന്ദരിയായ ഒരു സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ടു. അവൾ തന്നെ സ്വീകരിക്കണമെന്ന് കൂപ്പുകൈയോടെ ധർമ്മശാസ്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ മണികണ്ഠനാകട്ടെ താൻ ഈ ജന്മത്തിൽ ബ്രഹ്മചാരിയായി കഴിയുമെന്നതിനാൽ താൻ സ്ഥിതി ചെയ്യുന്നതിന് അല്പം അകലെയായി വാമഭാഗത്ത് സഹോദരീഭാവത്തിൽ വർത്തിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകുകയുണ്ടായി. ആ ദേവിയാണ്
മാളികപ്പുറത്തമ്മ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതാണ് കഥ. എല്ലാവർക്കും നമസ്കാരം.